അവസാനിച്ചു. എൻ്റെ ജീവിതം അവസാനിച്ചു. നേരത്തെ അവസാനിച്ചു. എന്നെ വിശ്വസിച്ച് അവളോട് എന്താ പറയുക? അറിയില്ല, എനിക്കതറിയില്ല. ആരോ ഉണ്ട്, ആരോ. ഒരു പുഷ്പം മാത്രമിൻ മണിയെ ഒരു ചായ മഞ്ചേട്ടോ. ആര് ഋഷിയ സുധിയെ നീ മേശ തുറച്ചിട്ടുണ്ട് പറഞ്ഞേ. മോനെ എന്തായി നീ പോയിട്ട് നിന്റെ കാര്യങ്ങളും? ഇത് മറ്റന്നാളാണ്. നിനക്ക് പ്രാന്താണ്. നിനക്ക് ഇത്ര നല്ല കഴിവുള്ളപ്പോ നീ എന്തിനാ അഭിനയിക്കാൻ നടക്കണേ? നിനക്ക് പാട്ടുപാടി നടന്നൂടെ? പാട്ട് പാടി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ചേട്ടാ. സിനിമയാകുമ്പോഴേ എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കാനും കൂടെ നിന്ന് തിരിച്ചറിയാനും 4 ആളുണ്ടാവും. അതങ്ങനെ തന്നെയാണ്ടാ. സ്വന്തമായിട്ട് കഴിവുണ്ടെങ്കിൽ അത് ആരും അംഗീകരിക്കില്ല. മറ്റെന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പോവും. എന്നിട്ടെന്താ കാര്യം? ചേട്ടാ അതല്ല, ചെറുപ്പം തൊട്ട് ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു. അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവൂ. പിന്നെ അതല്ല, പാട്ട് കൂടെ ഉണ്ടല്ലോ, നിർത്തണമെന്നില്ലല്ലോ. ഒക്കെ ശരിയാവൂടാ. നിന്റെ കാര്യം നീ നന്നായി പരിശ്രമിക്കണല്ലേ, എല്ലാം നടക്കും. നീ അത്രയും കഷ്ടപ്പെടണല്ലേ, അതൊക്കെ ശരി. ഇന്ന് എപ്പോഴാണ് നിന്റെ പ്രോഗ്രാം? അത് 12 മണിക്കാ. ഞാൻ 11 മണിയാകുമ്പോൾ പോവും. സുധി ചായ അങ്ങോട്ട് കൊടുത്തറ. സുധിയെ ഇവൻ പോണേങ്ങാട്ടി മുമ്പ് നീ ഇവനായിട്ട് ബാങ്കിലേക്ക് പോക്കോ. നീ പരിശ്രമിക്കണല്ലേ, നന്നായി പരിശ്രമിക്കണല്ലേ, നിനക്ക് കിട്ടൂടാ ഉറപ്പ്. ആ മധുരം കുറവല്ലേ? മണിയെ ഞാൻ പോവാട്ടാ. ഋഷിയെ നീ പോണ സ്ഥിതിക്കേ സുധിയെ ഇവിടെ ഒന്നൊന്ന് തുടച്ചറാ. സോറിട്ടാ. എന്നോടാ അപ്പൊ മണിച്ചേട്ടാ ഞാൻ പോവാ. വന്നിട്ട് വരുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാ. ഈ മുകളിൽ തന്നെ സുചേട്ടാ വൈകുന്നേരം റൂമിക്ക് സാധനം റെഡിയാക്കാം. ഞാൻ എത്തും. എന്തിനാടാ ചെക്കനെ ബുദ്ധിമുട്ടിക്കണേ? ഇതൊക്കെ രസല്ലേ?
ദാ ആക്കിബേ സമയായിടാ. ഓ ഞാൻ അറിയാണ്ട് എന്താടാ അവിടെ ഒരു കാര്യം ഇവിടെ എന്താടാ? അതെ, വെള്ളം ഒഴിച്ചൂടെ? ഒഴിക്കല്ലേ? അവനൊഴിക്ക്. നമുക്ക് ബീറ എന്തിട്ടാ മറ്റന്നാത്ത കറക്കണം കേട്ടാ. മറ്റൊന്നെന്താ പരിപാടി? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞില്ലേ? ഇല്ല. മറ്റന്നാ ഓഡീഷനിൽ പോവല്ലടാ. എടാ കള്ളാ, നീ അത് പറഞ്ഞില്ലല്ലേ? അത് പറയാൻ മാത്രമൊന്നുമില്ലെന്നേ, അതല്ലേ ഇത്. സത്യായിട്ട് ഞാൻ അത് അറിഞ്ഞില്ലടാ. ഇയാള് വിളിച്ചപ്പോ ഞാൻ പോന്നു ഓരോന്ന് അടിക്കാച്ചിട്ട്. ഒന്നാമത് പിടിച്ചാ അങ്ങട്. ഇതൊന്നും വലിക്കും. നീ ഇത് തകർക്കൂട്ടാ, ഒന്നും ചിന്തിക്കാല്ലോ. അതെ, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണ കാരണേ നമുക്ക് എന്നെ പ്രൈസ് അടിക്കും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ആവില്ല കേട്ടോ. അതെ, കിട്ടിക്കഴിഞ്ഞാ ഇതുപോലെയല്ല, സ്ട്രോങ് ചെലവ്. ഞാൻ മാത്രല്ല 15 ആളുണ്ട്, അത് 2 ആൾക്ക് സെലക്ഷൻ കിട്ടുള്ളൂ. ആ നീ ഇത് പിടിച്ചേ, ഒരു തുള്ളി അടിച്ച് നീ. നാളെ വല്ല നടക്കൂ? ആ ചിലപ്പോ. കിട്ടിയാ രക്ഷപ്പെട്ടു, കോൺഫിഡന്റ് ഉണ്ട്. പിന്നെ മടി മാറ്റിയാ മതിരാ, കിട്ടും. എത്ര നേരത്തെ ഇങ്ങനെ വെച്ചാലും പണ്ടാറടങ്ങൻ ആ സമയം അങ്ങ് വൈകും. നീ നിന്റെ വീട്ടിലെ കാര്യം വെച്ചാ മതി, അതൊക്കെ താനെ വരും. നോക്ക് നോക്ക് നോക്ക്, എല്ലാം നോക്ക്. എന്താടാ നോക്ക്. നമുക്ക് ഇവിടെ ഇരിക്കാം. നമ്മളൊക്കെ എന്നാലും ഇങ്ങനെയാവുക. വാടാ പോവാ. We call that cheap beer, 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 cheap beer. Lately everybody's offering different stuff, like the stuff we always drunk with it. നീ എവിടെയാ? ആടി പറ. നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഇപ്പൊ ഉറങ്ങും. നാളെ ഓഡീഷൻ ഉള്ളതല്ലേ, പോയി കിടന്നുറങ്ങടാ. ആടാ കഴിഞ്ഞു, ദേ പോവാണ്. നാളെയും കൂടി പോയില്ല പിന്നെ ഒക്കെ പോയി. ആടാ ദേ ഇപ്പൊ പോവാ. We call that cheap beer, cheap beer, cheap beer,
ഹലോ ആ ഞാൻ ഇത് എണീച്ചു ഒരു 10 മിനിറ്റ് പൂവാടി മുത്ത ഒരു 10 മിനിറ്റ് അത് ഒരു മിനിറ്റ് ശരി വച്ചടി മുത്ത ഈ ചെക്ക എനിട്ടില്ലേ? ഡാ ഡാ ആക്കിബേ എണീക്കടാ, സമയം എത്രയും നോക്ക്. എണീക്കടാ, എണീക്കേ. അയ്യോ ഇക്ക ഇക്ക ആ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. ഇന്നും നീ ആ സിനിമയുടെ ഓഡീഷൻ തന്നെയാ പോണേ? ഇങ്ങനെയാണെന്ന് വെച്ചാ ഞാൻ ചത്ത് കളയുള്ളൂ. ഇക്കയും മോനും കൂടിട്ടേ സുഖായിട്ട് ജീവിച്ചോ, ഞാനുണ്ടാവില്ല. ഉമ്മങ്ങളൊന്നും ഉണ്ടാണ്ടിരുന്നേ. നല്ല സ്ഥലത്ത് പോകുമ്പോ എങ്ങനെ പറയാ, ഞാൻ എരിച്ചു വിട്. ആ നീ പൊക്കോ, ഇത് നിന്റെ അവസാനത്തെയാ. നീ കാര്യാക്കണ്ടാ, നീ പോയിട്ട് വാ, സന്തോഷായിട്ട് വാ. ആ പോയിട്ട് വാ, പോയിട്ട് വാ. ഒരു 2 പേര് കുറവുണ്ടല്ലോ. ശരിയേട്ടാ. നിരഞ്ജൻ സാർ ആരാ? സാർ എൻ്റെ പേര് രജി, ഞാൻ ഓഡീഷന് വന്നാണ്. കേറിയിരിക്കുക. സാർ സാർ എന്താ ഓഡിഷൻ വന്നാണോ? അതെ സാർ. എന്താ അത്, നേരത്തിനും കാലത്തിനൊക്കെ വന്നുവിടോ. ബസ് കിട്ടിയില്ല സാർ. വാ കേറിയിരിക്കുക, ഇനി ഇത് ആവർത്തിക്കരുത്. എല്ലാവർക്കും ഇത് ബാധകമാണ്. ഓ സമാധാനായി. എന്തേ? ഞാൻ വിചാരിച്ചു ഞാൻ അവസാനം വന്നത്. നമ്മുടെ ഓഡിഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഓഡിഷന് വന്ന 15 പേരിൽ നിന്ന് സിനിമയിലേക്ക് 2 പേർക്കാണ് അവസരം കിട്ടുന്നത്. ഇവിടെ ഫസ്റ്റ് റൗണ്ട് അവസാനിച്ചപ്പോൾ നമ്മൾ 6 പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാവരും വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത 6 പേർ ആരെന്ന് വെച്ചാൽ സിറാജ്, അഖിലേഷ്, ആക്കിബ്, ഋഷി, റെച്ചി, അമൽ. അവരെയാണ് അടുത്ത സെക്കൻഡ് ഓഡീഷനിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഓഡീഷൻ മറ്റന്നാളാണ് വെച്ചിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് നമ്മളൊരു കാര്യമായതുകൊണ്ടാണ് വളരെ സ്പീഡിൽ നടത്തുന്നത്. ആടി ഞാൻ അങ്ങോട്ട് വിളിക്കാം. സ്ഥലം ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. വളരെ കൃത്യസമയത്ത് തന്നെ എല്ലാവരും എത്തിച്ചേരുക. എന്നാൽ നമുക്ക് എല്ലാവർക്കും ചായ കുടിച്ച് പിരിയാം. ഓക്കെ? ഹലോ, സെക്കൻഡ് റൗണ്ട് സെലക്റ്റായി. ഞാൻ രാത്രി വിളിക്കാം, എന്തായാലും രാത്രി വിളിക്കാം. അപ്പോൾ അയാളുടെ പേരെന്താ? ഋഷി. മുത്തേ ഓരെ നീ വീട്ടിൽ പോയാ? ഇല്ലടാ മുത്തേ, നീ വരണ്ടാ? ഞാൻ വേഗം പോയി പറയടാ. അത് ഉമ്മനോട് പറഞ്ഞിട്ട് കാര്യമില്ലടാ, ഇക്കനോട് പറയണം. വൈകണ്ട, നീ വിട്ടോ.
എന്നിട്ട് കാണാം. ശരിടാ ശരി. നീ അടുത്ത തന്നെ. അത് മറ്റന്നാളാടാ, ഭയങ്കര ടഫാ. 6 പേരുള്ളൂ, എന്നാലും കിട്ടും. എന്നാ ശരിടാ. ശരിടാ. ആ ആ എന്തായി മോനെ, സെലക്ഷൻ ആയ? ആടോ അടുത്ത റൗണ്ടിൽ സെലക്ഷനായി. മറ്റന്നാ ഞാൻ പറഞ്ഞില്ലേ നീ സെലക്ഷൻ ആവുന്ന്, എനിക്ക് ഉറപ്പുണ്ട്. ചേട്ടാ ബാങ്കിലുള്ള ചായ എടുത്തേ. 3 മണിയാവുമ്പോ 10 മിനിറ്റ് ഉള്ളൂ. നിനക്ക് നല്ല ക്ഷീണുണ്ട്. ബാങ്കിലേക്കുള്ള ചായയൊക്കെ ശ്രുതി കൊണ്ടുകൊടുത്തോളൂ. നീ റൂമിൽ പോയി റെസ്റ്റ്. കുഴപ്പമൊന്നുമില്ലേ ചേട്ടാ, ചായ എടുത്തേ. എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, ഞാൻ കൊടുത്തിട്ട് പോവാ. എന്നാ ശരി. നിനക്ക് എന്താ പറ്റിയടേ? എന്തായി ഓഡിഷൻ? എന്തായി? കിട്ടിക്കാ. എനിക്ക് കിട്ടോടാ. ഇത് ഉമ്മാടൊന്നും പറയാനുണ്ട. നീ എന്തെങ്കിലും വല്ലതും പോയി കഴിക്ക്. ശരിക്കാ. ഉമ്മാ ആ ഉമ്മാ എന്തടാ? വിശന്നിട്ട് വയ്യ ഉമ്മ, അങ്ങനെ തിരിച്ചോരരി. ഇതാ വരുന്നു, അവിടെ ഇരിക്കേ. എല്ലായിടത്തും തെണ്ടി തിരിഞ്ഞാവും വന്നു. വിശക്കുമ്പോ പിന്നെ ഇവിടെ തന്നെ എത്തൂല. നീ പോയിട്ട് എന്തായി നിന്റെ ഓഡിഷൻ? ആഡിഷൻ അല്ല ഉമ്മ, ഓഡിഷൻ. ആ ഓഡിഷൻ അതന്നെ. നീ ഒന്നും വാ. അനക്ക് കിട്ടില്ല ആക്കിബേ. അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കുള്ളതാ. ഉമ്മ അത് ക്യാഷ് കൊടുത്ത് കിട്ടുന്ന സംഭവമല്ല ഉമ്മ. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. എനിക്കൊരു വിശ്വാസമില്ല. നീ പഠിച്ചൊരു ജോലി വാങ്ങും മോനെ. നിങ്ങളൊന്ന് നിർത്തുമ്പ മതി. നിന്നെ തളർത്താൻ വേണ്ടി പറഞ്ഞതല്ല മോനെ. ബാപ്പ പണ്ടേ നമ്മ വിട്ടു പോയതല്ലേ. ഇക്കാന്റെ സ്ഥിതി നിനക്ക് അറിയണതല്ലേ. ഈ കാണുന്ന കിടപ്പാടും പോലും നമുക്ക് വിട്ടുപോകും. നീ ഈ സിനിമയുടെ പിന്നാലെ നടന്നു. ഈ ജീവിതം കൂടി നീ തകർത്തോ. അങ്ങനൊന്നും ഉണ്ടാവില്ല ഉമ്മ, ഞാനല്ലേ കൂടെ. ബാക്കിയുള്ളതൊന്നും കഴിച്ചു തീർക്കും മോനെ. നാളെ ക്ലാസ്സില്ലേ നിനക്ക്? ഇല്ല, പോണില്ല. അതെന്താ? നാളെ ഒരു ബേക്കറിയുടെ മുന്നിൽ ചിത്രം വരച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 3000 തരാന്നാ പറഞ്ഞേ. ആ എന്നാ കുഴപ്പമില്ല, കാശ് കിട്ടില്ലോ. ഞാൻ പറഞ്ഞില്ലേ നടക്കുന്ന്. ഇന്നത്തെ സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ വേഗം പോണം. ഞാൻ പോട്ടെ, നീ ടെൻഷനൊന്നും അടിക്കണ്ട. ഇനി 3 റൗണ്ട് കഴിഞ്ഞിട്ട് കാണാം. നാളെ എന്താ പരിപാടി? വീട്ടിലെടുക്കണം. മഞ്ചേട്ടാ, എന്താടാ? ഞാൻ ഇവിടെ വന്നിട്ട് എത്ര കാലായി? നീ ഇവിടെ വന്നിട്ട് ഒരു 10-20 കൊല്ലായി ഉണ്ടാവും. അതുവരെ ഞാൻ എവിടെയായിരുന്നു? എനിക്കൊന്നും ഓർമ്മയില്ലേ. നീ വരുമ്പോ നിനക്കൊരു 10-12 വയസ്സുണ്ടാവും. അന്ന് നീ വന്നിട്ട് ചായക്കടയിൽ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. അതൊക്കെ നിനക്ക് ഓർമ്മയില്ല? ഇല്ല. നിന്റെ വീട് എവിടെയാണെന്നും നിന്റെ അച്ഛനും അമ്മയും ബാക്കിയുള്ള കൂടപ്പുറപ്പൊക്കെ എവിടെയാണെന്ന് നീ എന്നോട് ചോദിച്ചു. എന്നിട്ട് നീ കുറെ കരഞ്ഞു. നിന്നെ കണ്ടാ നല്ല കാശുള്ള വീട്ടിലെ ചെക്കനാർന്നു തോന്നും എല്ലാവരും കണ്ടാലും. അതുകൊണ്ട് ഞാൻ തന്നെ കൂടെ കൂട്ടി. നിനക്ക് പഠിക്കാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, ആകെ ഇഷ്ടം പാട്ട് പാടാനായിരുന്നു. എന്നെ ഇവിടെ നിർത്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എന്തായേനെ? നിങ്ങളെന്നെ ഇപ്പോൾ ഇവിടെ കൂടി കൂട്ടിയാരണ ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കണത്. പക്ഷേ പാട്ട് ഞാൻ തന്നെ പഠിച്ചതല്ല, ആരോ എന്നെ പഠിപ്പിച്ചതാ. ഇപ്പോഴും ഞാൻ കിടക്കുമ്പോൾ
ഒരു സ്ത്രീയുടെ ശബ്ദം എൻ്റെ മനസ്സിൽ വരും. പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഒരു ശബ്ദം മാത്രം. ആരോ. എന്തടാ, എന്താ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം? ഞാൻ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നത്തിൻ്റെ അടുത്ത് എത്തിയ പോലെ ഒരു തോന്നലാണ്. പഴയതൊക്കെ ഓർക്കുമ്പോഴേ എനിക്കെന്തോ അഭിമാനം തോന്നുന്നു. ഈ കാണുന്ന ചായക്കടയിൽ നിന്നുണ്ടായതാ എനിക്ക് എല്ലാം, ഇനി ഉണ്ടാവാൻ പോകുന്നതും എല്ലാം. ഞാൻ വലിയ ആളായാലേ നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങണം. അത് നിങ്ങളുടെ പേരിൽ, മണി 5 സ്റ്റാർ. അത് തകർക്കും. അതെ, നീ കിടന്നോ. ദേ, മറ്റാള് പറ്റായി കിടക്കണ കണ്ടില്ലേ? ഉള്ളത് മുഴുവൻ വാരി വലിച്ചു കുടിച്ചിട്ടുണ്ട്. നാളെ നേരത്തെ എണീക്കേണ്ടതാ. ഞാൻ പോവാ, നീ കിടന്നോ. വേറെ ഒന്നും ആലോചിക്കണ്ട ട്ടാ. ശരി. ഞാൻ പോവാ. ഈ കടയൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കാന്ന് പറഞ്ഞാ സുധിയെ നാളെ നേരത്തെ വരണട്ടാ. നാളെ നേരത്തെ കടയിലേക്ക് വരണെന്ന്. വാരി വലിച്ചു കുടിച്ചിട്ട് ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? ഈശ്വര, ഭഗവാൻ. മഞ്ചേട്ടോ, മഞ്ചേട്ടാ വണ്ടി ഇതാക്കല്ലോ. എവിടെയാ? എങ്ങോട്ടടാ? രാവിലെ തന്നെ 2-3 അമ്പലത്തിൽ പോവാണ്ട്. ആ മേശയിലുണ്ടാ. ആ സുധി ഇതുവരെ വന്നിട്ടില്ല. നീ അവനെ വിളിച്ചില്ലേ? ആളവിടെ കിടക്കണ്ട്. ഞാൻ പോവാ. കടയിലേക്ക് വരണം നേരത്ര. മാമ എണീറ്റന്ന് ഒന്ന് പോയി വിളിക്കുന്നേ. അവൻ വേണമെങ്കിൽ പൊക്കോളൂടാ. ഈ തള്ള അവനിക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെടണേ, ഞമ്മക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടണേ. ഒന്ന് വേഗം പോയി വിളിക്ക്. എനിക്ക് ഇന്നെങ്കിലും നേരത്തെ പോ. സമയത്ര 8:30 നേരെ സമയത്തിന് വിളിച്ചല്ല. ആടി എണീറ്റില്ലേ? സമയം എത്രയിന്നാ? ഓഡീഷൻ 9:30-ക്കല്ലേ? നീ എണീറ്റു 1.25 മണിക്കൂർ എടുക്കും. എന്താ നിന്റെ ഉദ്ദേശം? ഇല്ലടാ, ബൈക്ക് കയറാൻ പോവാ. ഒരു 10 മിനിറ്റ് മതി, നീ പേടിക്കണ്ട. എണീക്ക്. ഞാനിത് എത്തിയിട്ട് വിളിക്കാം. ഭ്രാന്ത് പറയണെന്നും കേൾക്കൂല. തേങ്ങട മൂട്. ഹലോ ഷിയാബേ, നീ എവിടെയാടാ? ഞാനിവിടെ നിന്ന് ഇറങ്ങി. വണ്ടിയിൽ കാറ്റില്ലടാ. എനിക്ക് എൻ്റെ ലൈഫിൻ്റെ പ്രശ്നമാടാ. പോയടാ പറ്റൂ. ജസ്റ്റ് ഒന്ന് വന്ന് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോടാ. ലൈഫിൻ്റെ പ്രശ്നം. ഒന്ന് വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോടാ. ഫോണ് വെക്കടാ. അളി പറയണ കേക്കടാ. ഫോണ് വെക്കണ്ട. അന്നത്തെ 2 പേര് ഇന്നും വന്നില്ലല്ലോ. സാർ, കറക്റ്റ് ടൈം, അല്ലെങ്കിൽ കാണായിരുന്നു. വന്നിരിക്കും. താങ്ക് യു സാർ. മറ്റവ ഇനി വരും തോന്നണില്ല. വാ, നമുക്ക് തുടങ്ങാം. അഖിലേഷ്, സിറാജ്, റജി. സാർ, എന്താ ഇവിടെ? കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു.
റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആക്കിബ്, ഋഷി, അഖിലേഷ്. നാളെ തന്നെയാണ് അടുത്ത ഓഡിഷൻ നടക്കുന്നത്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അറിയിക്കാം. ഒരു സർപ്രൈസ് ഉണ്ട്, എല്ലാവരും നേരത്തെ വരിക. നീ നാളെ നേരത്തെ വരണോട്ടാ. ബ്രോ പിന്നെ നാളെ രാവിലെ ഒന്ന് ഫോൺ ചെയ്യൂ. നീ നമ്പർ ഇതാ, ഞാൻ എന്തായാലും ഞാൻ വിളിക്കാടാ, ഞാൻ വിളിക്കാട്ടാ. എന്നെ വിളിച്ചോ, പക്ഷെ ഞാൻ തിരിച്ചു വിളിക്കില്ലേ? ആരേലും വിളിക്ക്. ശരി എന്നാ. ശരിടാ. എന്താണ് മണിച്ചേട്ടാ ഈ സമയത്ത് കടന്ന് ചാടിയാ? ഇല്ലടാ, ഒന്ന് മുങ്ങിയതാ. അല്ല, പോയ കാര്യം എന്തായി? അത് കിട്ടി, നാളെ ലാസ്റ്റ്. അത് കിട്ടൂടാ. പിന്നെ എനിക്ക് ധൃതിയുണ്ട്, മണിയായിട്ട് അന്വേഷിക്കും. എന്നാ ശരി, ഞാൻ ഒന്ന് കിടക്കട്ടെ, ഉള്ളിലാകെ എന്തോ പോലെ. ആ പിന്നെ നീ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, എന്താ ചെയ്യണ്ടേ? അതവിടെ വെച്ചോ. ആ ഇതിവിടെ വെക്കണ്ട്. പിന്നെ ഞാൻ പറയാൻ മറന്നാ. എന്നാ പോട്ടെ. നോക്ക, നീ റെസ്റ്റ് എടുത്തോ, ഞാൻ പോവാ. എടാ നാളെ ഫൈനലല്ലേ? ആടാ. ടെൻഷൻ ഉണ്ടോ എനിക്ക്? കുറച്ച്. ടെൻഷൻ മാറൊരു വഴിയുണ്ട്. ഒരു സിനിമയ്ക്ക് പോയാലോ? രാത്രിയല്ലേ, വീട്ടിൽ പോയിട്ട് പോവാം. ആ എന്താ വിളിച്ചേ? നായേ എവിടെയാ ഇന്റെ ഒരു കറക്ക എന്റെ ഇക്ക് ഇവിടെ ആശുപത്രിയിൽ സുഖമില്ലാതെ കിടക്കണോ? വേഗം വായോ ഇങ്ങട്. എന്തിക്കാക്ക് പറ്റിയത്? എന്തെന്തിക്കാക്ക് പറ്റിയത്? ആവോ, അവനാകെ തളർന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് വണ്ടി വിളിച്ചു കൊടുന്നു. എനിക്ക് ഒന്നും അറിയില്ല എന്താണ്ടായേന്ന്. നീ നാളെന്താ ചെയ്യേ? എനിക്ക് എന്റെ ഇക്കാനേക്കാളും വലുതാണെങ്കിൽ നീ പൊക്കോ. ഇല്ലമ്മ, ഇല്ല, ഞാൻ പോകുന്നില്ല. ജിക്ക് എങ്ങനെ എടുക്കുമ്പോ ഞാൻ പോകുന്നില്ല. അൻഷാദിന് കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞു. അൻഷാദിന് അനിയനെ കാണണമെന്ന് പറഞ്ഞു. ആരോടെ അനിയൻ? ഇക്ക ഇക്ക എന്ത് പറ്റെന്റെ ഇക്കാക്ക്? ഒന്നുമില്ലടാ, ഇക്കാക്ക് ഒന്നുമില്ലടാ. ഇക്ക നീ ഇത് കണ്ടിട്ട് നാളെ പോവാണ്ടിരിക്കത്, എന്തായാലും പോണോ? ഉമ്മാട് ഞാൻ പറഞ്ഞോണ്ടാ, ഡോക്ടർ പറഞ്ഞ ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്, പേടിക്കണ്ടോ, നാളെ പോയിട്ട് പോയത്. എനിക്കറിയണ്ടോ, ജയിച്ചിട്ട് പോയോ. അഖിലേഷിനൊന്ന് വിളിക്കാം. കിട്ടണില്ലല്ലോ ഈ അഖിലേഷ്. ഹലോ, ഞാനെവിടെ ഉണ്ട്, ഇപ്പൊ എത്തും. നിങ്ങളെവിടെയാ? നീ എവിടെയാ? നീ നേരത്തെ വരാൻ വേണ്ടിട്ടല്ലേ ഫോൺ വിളിച്ചത്? നീ എവിടെ പോയി കിടക്ക? ഞാൻ എറണാകുളത്ത് എത്തിയടാ, ഇപ്പൊ എത്തും. എറണാകുളത്താ? എന്നിട്ട് എറണാകുളത്ത്? ഞാൻ ഫോണിന് മെസ്സേജ് വന്നു, പ്ലേസ് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഇങ്ങോട്ട് വന്നു. ഞാൻ നിന്നാരോ പറ്റിച്ചേട്ടാ, ഓഡീഷൻ കഴിഞ്ഞു. നിനക്കൊരു ഭാഗ്യമില്ലാട്ടാ, ഇനി ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. അവരെല്ലാരും പോയി, ഷൂട്ടിംഗ് അടുത്ത മാസമാണ് പോട്ടാ. ടോവിനോട് നായകൻ, അതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞത്. നീ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ലാട്ടാ. എല്ലാരും പോയി, എന്താ പറയുന്നത്?
ഹലോ ബായ്. അറിയോ? ഹായ്. അറിയോ? പിന്നെ അറിയാണ്ട് ഇപ്പൊ എന്താണ്? ഞാനിപ്പോ ഗ്യാരേജ് കാറ്ററിങ്ങിന് പോണു. നീ എന്ത് ചെയ്യുന്നു? ഞാനടാ ഇങ്ങനെയൊക്കെ പോകുന്നു തട്ടിമുട്ടി. എത്ര ഗാരേജ് ഉണ്ട് ഇപ്പോ? 5 ഗ്യാരേജ് ഉണ്ട്. ഉണ്ടല്ലേ? ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആയിക്കോട്ടെ. ഒരു മിനിറ്റ്. ലച്ചു, ഹായ്. ഹായ്. നിനക്ക് ആളെ മനസ്സിലായ? അല്ലാണ്ട് പിന്നെ ഇത് കേരളത്തിൽ അറിയപ്പെടുന്ന മ്യൂറൽ ആർട്ടിസ്റ്റ് അല്ലേ? അതെ അതെ. അന്നത്തെ ഓഡീഷൻ കഴിഞ്ഞ് പിന്നെ ഇപ്പഴാ കാണണേ. ആ ഓഡീഷൻ നമുക്ക് മറക്കാൻ പറ്റുമോ? അന്നത്തെ ഓഡിഷൻ തന്നെയാടാ എന്റെ ജീവിതം എങ്ങനെ മാറ്റി പറിച്ചേ. അതല്ലേ? ഇല്ലടാ, അതൊന്നും മറക്കാൻ പറ്റിയ കാര്യമില്ല. അതെ, മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതെ അതെ. അവ വന്നാട്ടാ തോന്നുന്നു. പക്ഷെ എവിടെയുണ്ട് ഈ നേരം വരാങ്ങള്? നമസ്കാരം. സാധനം മേടിച്ചിട്ടില്ലേ? ഒന്ന് പേടിക്കണ്ട, എനിക്ക് സമൃദ്ധി നടക്കണ്. എന്താണ്? ഹലോ. അല്ല, ആരാണ്? ഓർമ്മയുണ്ടോ നമ്മളൊക്കെ? ഇല്ല, നിങ്ങളൊക്കെ അറിയാണ്ട്. നിങ്ങൾക്ക് നല്ല നല്ല എത്തിയില്ലേ? നിനക്കൊരു മാറ്റമില്ലല്ലോടോ. ഇതെന്റെ ഭാര്യ. ഹായ്. അറിയാ എന്നൊക്കെ? അറിയാത്തതായിട്ട് ആരാള്ളത്? അത് മതി. നീയല്ലേ ഇപ്പൊ കേരളത്തിലെ സൂപ്പർ സ്റ്റാർ. ഞാൻ വിചാരിച്ചു നമ്മളൊന്നും അറിയില്ലെന്ന്. നിങ്ങൾ രണ്ടുപേരും ഞാൻ അങ്ങനെ മറക്കാനാ? തോറ്റുപോയതാ. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ടൈമെല്ലാം കറങ്ങി തിരിഞ്ഞ് അവസാനം നിങ്ങളുടെ അടുത്തേക്ക് വരും. ശരിയാ, എനിക്കുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നവനാ ഞാൻ. മറ്റുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിച്ചോണ്ടാ ഞാനിങ്ങനെയായി. എല്ലാവർക്കും അതിൻ്റെതായ ഒരു ടൈമും കാലമൊക്കെ ഉണ്ടാവില്ലേ? ദൈവം നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവ് നമ്മളങ്ങോട്ട് ഉപയോഗപ്പെടുത്തിയാ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ശരി എന്നാ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുക. ഇതാണ് എൻ്റെ കാർഡ്. എന്താടാ നിനക്കൊരു ഉഷാറില്ലാത്ത പോലെ? അവർ രണ്ടുപേരുണ്ടായിരുന്നെങ്കിലേ. എങ്ങോട്ടടാ രാവിലെ? ആ സുധി ഇതുവരെ വന്നിട്ടില്ല. എനിക്കൊന്നാവാൻ കഴിയുമായിരുന്നില്ല. വീടാ വളവിലാണല്ലേ? എന്റെ സ്വപ്നം നടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചാവേണ്ടി വന്നേനെ. ചേട്ടാ, ഇന്ന് അവിടെ എത്താൻ പാടില്ലേ? എത്തിക്കില്ല. നിനക്കെന്നെ കിട്ടും. അവർക്ക് എന്നേക്കാൾ കൂടുതൽ കഴിവുണ്ടായിരുന്നു. അതവിടെ വളരെ ബുദ്ധിമുട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീട്ടിലുണ്ട്. അതുകൊണ്ടാ മണിച്ചേട്ടനോട് ഞാൻ വിളിക്കാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു സമാധാനമായി. ഇനി വണ്ടി പോട്ടെ ഞങ്ങളുടെ വിടറ വണ്ടി നമ്മുടെ 5 സ്റ്റാർ ഹോട്ടൽ. ആയിക്കോട്ടെ. നീ പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടിട്ടാണ്.